Hey guys, welcome back to channel. അപ്പം ജുറാസിക് വേൾഡ് റീബർത്ത്. ജുറാസിക് വേൾഡ് റീബർത്ത് മൂവി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ജുറാസിക് പാർക്കിന്റെ ഏത് മൂവി ഇറങ്ങിയാലും നമ്മൾ എന്തായാലും പോയി കണ്ടിരിക്കും. അങ്ങനെ ഈ കൊല്ലം ഇറങ്ങിയതാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഗാരത്ത് എഡ്വേർഡ്സ് എന്ന് പറഞ്ഞ ആളാണ്. പടം റൈറ്റ് ചെയ്തത് ഡേവിഡ് കോയിപ്പ് എന്ന് പറഞ്ഞ ആളാണ്. സ്കാർലെറ്റ് ജോൺസൺ അതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പുള്ളിക്കാരത്തിയെ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സിനകത്തൊക്കെ ഉള്ള നമ്മുടെ ബ്ലാക്ക് വിഡോ പുള്ളിക്കാരത്തിയാണ് അതിനകത്ത്. ഗൈസ്, അപ്പം ജുറാസിക് വേൾഡ് റീബർത്ത് സംഭവമൊന്നുമില്ല. ആസ് യൂഷ്വൽ നമ്മളുടെ ജുറാസിക് പാർക്കുകളുടെ സാധനങ്ങളൊക്കെ തന്നെ. ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു, അവിടുന്ന് ഇവരെ തിരിച്ചിട്ട് ഓടിക്കുന്നു, കുറച്ചധികം പേര് ചാവുന്നു, കുറച്ച് പേര് രക്ഷപ്പെടുന്നു. സെയിം സാധനം തന്നെ. എന്തോ അസുഖത്തിനുള്ള മരുന്നും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യങ്ങളായിട്ട് അവരാണെന്നുണ്ടെങ്കിൽ ഈ ഡൈനോസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തോട്ട് അവർ ചെല്ലുന്നു. അവിടെ ചെന്ന് അവരുടെ അതിൻ്റെ കുറച്ച് സാമ്പിൾസും കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്നതാണ്. അവിടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അവർ അത് സാമ്പിൾസൊക്കെ ശേഖരിക്കുന്നില്ലയോ, അവർക്ക് ആരൊക്കെ രക്ഷപ്പെടുന്നു, ആരൊക്കെ രക്ഷപ്പെടുന്നില്ല, അങ്ങനെ കാണിക്കുന്ന ഒരു പടമാണിത്. ഇതിനകത്ത് ഒരു വൃത്തികെട്ട് ഡിനോസറിനെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ ആക്ച്വലി ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഗ്രീൻ ലാറ്റേൺ മൂവി കണ്ടിട്ടുണ്ടോ? ഗ്രീൻ ലാറ്റേൺ മൂവിക്കകത്ത് അതിനകത്തൊരു വില്ലൻ ഉണ്ടല്ലോ, മറ്റേ ഈ തല ഭയങ്കര വലുതായിട്ടുള്ള ഒരാൾ. ആ ഒരു ടൈപ്പിൽ ഒരു വൃത്തികെട്ട തലയുള്ള ഒരു ഡിനോസറാണ് ചോദിച്ചത്. ഒരുമാതിരി ഓഞ്ഞ ഡൈനോസർ. എനിക്ക് സുഖമില്ല. ആസ് യൂഷ്വൽ നമുക്ക് ഭയങ്കരമായിട്ട് വാവ് ഫാക്ട് അല്ലെങ്കിൽ നമ്മുടെ സീരിയൽ തുമ്പത്തുകൊണ്ടിരുത്തി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊന്നും നമ്മളെ അങ്ങനെ 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 കൊണ്ട് നിർത്തുന്ന മൊമെൻറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു പടമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പിന്നെ ഐ തിങ്ക് ഇത് കൊച്ചു പിള്ളേർക്ക്, റീസെൻ്റ്ലി ഒക്കെ ഉണ്ടായിട്ടുള്ള കൊച്ചു പിള്ളേർക്ക്, മൂവി കാണുന്ന പിള്ളേരുണ്ടല്ലോ, ആ പ്രായത്തിലുള്ള കുഞ്ഞു പിള്ളേർ, അവർക്കൊക്കെ ഇതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാപ്പി. കാരണം അവർക്കിത് ഭയങ്കര സംഭവമായിരിക്കും. നമുക്ക് വലിയ സംഭവമുള്ള കാര്യമൊന്നുമില്ല. ഐ തിങ്ക് ഇത് 7ാമത്തെ പാർട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യത്തെയൊക്കെ ജുറാസിക് പാർക്ക് അതൊക്കെയാണ് എനിക്ക് ഭയങ്കര വാവ്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ളത്. എനിക്ക് ആ പടമൊക്കെ, കാരണം അന്ന് അത് നമ്മൾ ഇതെന്താണ് സംഭവം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് അറിയത്തില്ല, എന്താണ് സംഭവം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആ ഒരു ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ആ ഒരു സംഭവമൊന്നും പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള പാർട്ടുകൾക്കൊന്നും തരാൻ സാധിച്ചിട്ടില്ല. ഒരുമാതിരി എന്തിനോ വേണ്ടി സെയിം സാധനം തന്നെ. അതായത് ആൾക്കാർ കയറി ചെല്ലുന്നു, അവിടുന്ന് അവർ തിരിച്ച് ഓടിച്ചു വിടുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിമാണ് മൂവീസ് എല്ലാം ഫോളോ ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഏതൊരു പാർട്ടിനകത്ത് ഡിനോസേഴ്സ് നമ്മുടെ വേൾഡിലേക്ക്, അതായത് നാട്ടിലേക്ക് വരുന്നതും അങ്ങനെയുള്ളൊരു പാർട്ടുണ്ടായിരുന്നല്ലോ, അതും ആക്ച്വലി നൈസായിരുന്നു. അതൊക്കെ ഉള്ള നൈസായിട്ടുണ്ടായിരുന്ന ഒരു പാർട്ട്. ബാക്കിയെല്ലാം വെറുതെയാണ്. ചുമ്മാ വെറുതെ ഒരു കാര്യമില്ല. ഗൈസ്, അപ്പം അതാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. താല്പര്യമുള്ളവർ പോയി കാണുക. ഭയങ്കര സംഭവമൊന്നുമില്ല. പിന്നെ ഐ തിങ്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ IMAX-ലോ 4DX-ലോ ഒക്കെ ആയിരിക്കും. അവിടെ കുറച്ച് നൈസായിരിക്കും. നോർമൽ തിയേറ്ററിൽ എന്തായാലും കാണാതിരിക്കുക. കാരണം ഭയങ്കര ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ തിയേറ്ററിൽ കാണാൻ പറ്റിയ പടമല്ല എന്തായാലും. ഇഫ് യു ഗൈസ് വാണ്ട് ടു വാച്ച്, ജസ്റ്റ് ഗോ ഫോർ IMAX ഓർ 4DX. അല്ലാതെ നോർമൽ സ്ക്രീനിൽ കാണാതിരിക്കുക, പഞ്ചോകമായിരിക്കും. ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.